ഹജ്ജ് തീർത്ഥാടകർ പാലിക്കേണ്ട കസ്റ്റംസ് നിയന്ത്രണങ്ങളെക്കുറിച്ച് അധികൃതർ വിശദീകരിച്ചു. സൗദിയിലേക്ക് കൊണ്ടുവരാൻ നിയന്ത്രണമുള്ള മരുന്നുകൾക്ക് മുൻകൂട്ടി അനുമതി വാങ്ങണം. നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള കറൻസികളുമായി യാത്ര ചെയ്യാനും അനുമതി വാങ്ങിയിരിക്കണം. മയക്കുമരുന്ന്, ഒളിക്യാമറകൾ തുടങ്ങിയ നിരോധിത വസ്തുക്കൾ കൊണ്ടുവരുന്നതിനെതിരെയാണ് അധികൃതരുടെ മുന്നറിയിപ്പുള്ളത്. ഹജ്ജ് തീർത്ഥാടന സീസൺ ആരംഭിച്ചതോടെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വിശ്വാസികൾക്ക് അവരുടെ വിശുദ്ധയാത്ര സുഖകരമാക്കുന്നതിന് കസ്റ്റംസ് നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് സൗദി അധികൃതർ വിശദീകരിച്ചു. ഹജ്ജ് തീർത്ഥാടകർ 60,000 റിയാലിൽ കൂടുതൽ കറൻസിയുമായി യാത്ര ചെയ്യരുത്. കൂടുതൽ തുകയുമായി യാത്ര ചെയ്യുമ്പോൾ സൗദിയുടെ പ്രവേശന കവാടങ്ങളിലുള്ള കസ്റ്റംസ് വിഭാഗത്തിൽ അറിയിച്ച് നടപടികൾ പൂർത്തിയാക്കണം. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 3000 റിയാലിൽ കൂടുതൽ വിലമതിക്കുന്ന സാധനങ്ങളുമായുള്ള ലഗേജുകൾക്കും കസ്റ്റംസ് വിഭാഗത്തിന്റെ അനുമതി തേടണം. ഔഷധ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പോഴും അധികൃതരെ അറിയിക്കണം. ഹജ്ജ് യാത്രക്കിടെ നിരോധിത വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും യാത്ര തടസ്സപ്പെടുകയും ചെയ്യും. നിരോധിത മരുന്നുകൾ, വ്യാജ കറൻസികൾ, അപൂർവവും വിലയേറിയതുമായ ലോഹങ്ങൾ, ഒളിക്യാമറകൾ എന്നിവ കൊണ്ടുപോകുന്നത് ഒഴിവാക്കണമെന്നും ഹജ്ജ് മന്ത്രാലയം തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. മാതൃഭൂമി ന്യൂസ്, മക്ക.